വർഗീയത തിടമ്പ് വെച്ചാടുമ്പോഴും ജനാധിപത്യത്തിന്റെ തോളിലേറി ഘോഷയാത്രകൾ നടത്തുമ്പോഴും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്നേഹത്തെ, സാഹോദര്യത്തെ എങ്ങനെ കണ്ടെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ തമ്മിലുള്ള സ്നേഹം അപ്രത്യക്ഷമായാൽ പിന്നെ രാജ്യം ഭീതിയുടെ റിപ്പബ്ലിക്കായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. വർഗീയത തിടമ്പുവച്ചാടുമ്പോഴും ജനാധിപത്യത്തിന്റെ തോളിലേറി ഘോഷയാത്രകൾ നടത്തുമ്പോഴും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്നേഹത്തെയും സാഹോദര്യത്തെയും എങ്ങനെ കണ്ടെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്നേഹം അപ്രത്യക്ഷമായാൽ പിന്നെ രാജ്യം ഭീതിയുടെ റിപ്പബ്ലിക്കായി മാറും. ഭീതിയുടെയും അന്യായത്തിന്റെയും അസമത്വത്തിന്റെയും റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം മാറാൻ പാടില്ല. വെറുപ്പും ഭയവും മാത്രമുള്ള ഒരു റിപ്പബ്ലിക് അല്ല നമ്മളും ഭരണഘടനയും വിഭാവനം ചെയ്തത്. മഹത്തായ മനുഷ്യ സ്നേഹത്തിന്റെ മഹാസാഗരത്തെയാണ് ഇന്ത്യയും അതിന്റെ ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്നത്. ഭരണഘടനയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്കത് പറയാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ ഭാരതീയരിലും ആത്മാഭിമാനത്തെ ഉണർത്തിപ്പിടിക്കുന്നത്, ഉയർത്തുന്നത് നമ്മുടെ എല്ലാം ഏറ്റവും പ്രമുഖം എന്ന് നാം കരുതുന്ന നമ്മുടെ ഭരണഘടന തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് ഓരോ ഭാരതീയനിലും ആത്മാഭിമാനത്തെ ഉയർത്തുന്നതും ഉണർത്തുന്നതും. അതേതെങ്കിലും ഒരു ഭരണാധികാരിയുടെയോ ഒരു ഭരണകൂടത്തിൻ്റെയോ ഔദാര്യം അല്ല. ഭരണഘടനയാണ് നമ്മിൽ ആത്മാഭിമാന ബോധത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. അവകാശവും അധികാരവും നമ്മളിലേക്കെല്ലാം പകർന്നു നൽകിയത് ഈ ഭരണഘടന തന്നെയാണ്. അതുകൊണ്ട് ഈ ഭരണഘടനയെ കാത്തു പുലർത്തുക എന്നുള്ളത് നമ്മളുടെ എല്ലാം ഏറ്റവും പ്രമുഖവും പ്രധാനവുമായ കടമയും കർത്തവ്യവുമാണ്. ആ ഭരണഘടനയാണ് നീതിയെക്കുറിച്ച് പറഞ്ഞത്, അതാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും പറഞ്ഞത്. അത് വീണ്ടും പറയുന്നത് ഫ്രറ്റേണിറ്റിയെക്കുറിച്ചാണ്. ഠാക്കൂർ ഭാർഗവയെ പോലെ ബാബാ സാഹേബ് അംബേദ്കറിനെ അദ്യാവസാനം എതിർത്ത ആളുകളും ഗാന്ധിജിയുടെ അഭിലാഷങ്ങൾ യഥാവിധി കടന്നു വന്നില്ല എന്നവർ JB കൃപലാനിയെ പോലെയുള്ളവരും ഫ്രറ്റേണിറ്റി എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പതിയുമ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുകയും പിൻബലം നൽകുകയും ചെയ്യുകയായിരുന്നു. എത്ര മനോഹരമായ പദമാണെന്ന് ആലോചിച്ച് നോക്കുക. ഫ്രറ്റേണിറ്റി, സാഹോദര്യം എന്ന മലയാള വാക്കുകൊണ്ട് ഫ്രറ്റേണിറ്റിയെ നമുക്ക് അടയാളപ്പെടുത്താൻ ആവുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അതിനപ്പുറത്തേക്ക് സ്നേഹത്തിന്റെ ഒരു വലിയ കടലിനെയാണ് ഫ്രറ്റേണിറ്റി എന്ന ഒരു വാക്കിലൂടെ മഹാനായ അംബേദ്കർ ഈ ഭരണഘടനയോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഓരോ മനുഷ്യന്റെയും ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, ഐക്യത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, ഇന്റഗ്രിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിനെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ഫ്രറ്റേണിറ്റി ഉയർന്നു പൊന്തി നിൽക്കുന്നത്, സാഹോദര്യം ഉയർന്നു പൊന്തി നിൽക്കുന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 75 വയസ്സ് പൂർത്തിയാകുന്ന വേളയിലാണ് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്തിനായി ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കിയും ആ ഭരണഘടനയുടെ ബലത്തിൽ രാജ്യം മുന്നേറുകയും ചെയ്തു എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അഭിമാനത്തിന്റെ തിരയിളക്കം സമ്മാനിക്കുന്ന ചരിത്രമാണെന്നും മന്ത്രി പറഞ്ഞു. ഉജ്ജ്വലമായ സമരവേദികളിൽ നിന്നാണ് രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് ഉയർന്നു വന്നത്. ഓരോ ഭാരതീയനിലും ആത്മാഭിമാനത്തെ ഉണർത്തുന്നതിനും ഉയർത്തിപ്പിടിക്കുന്നതിനും നമ്മുടെ ഭരണഘടനയ്ക്ക് കഴിയുന്നുണ്ട്. അവകാശവും അധികാരവും നമ്മിലേക്ക് പകർന്നു നൽകിയത് ഈ ഭരണഘടന തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.